പ്രൊജക്ട് ഫ്രീഡം നടപ്പാക്കാനുള്ള US-ന്റെ വ്യഗ്രത. പക്ഷേ മിസൈൽ കൊണ്ടും ഡ്രോൺ കൊണ്ടൊക്കെ അടി കിട്ടിയത് UAE-ക്കും പരിക്ക് പറ്റിയത് നമ്മൾ ഇന്ത്യക്കാർക്കും. ഇതാണ് ഇപ്പോൾ ഇറാൻ US സംഘർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിലുള്ള മീഡിയകളുടെയൊക്കെ കാർഡെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇറാൻ UAE ആക്രമിച്ചു, ഫുജൈറയിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെയും റിഫൈനറികൾക്ക് നേരെയും ആക്രമണം, അവിടെ തീപിടുത്തമുണ്ടായി, അപ്പോൾ ഫയർഫോഴ്സും മറ്റ് ടീമുകളൊക്കെ വന്ന് തീ അണച്ചു, അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി, ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാം. എന്താണ് യഥാർത്ഥത്തിൽ ഇറാനെ ഇപ്പൊ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പ്രേരിപ്പിച്ച കാരണം? മറ്റൊരു കാരണവുമല്ല, ഈയിടയ്ക്ക് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റാണ്. അതായത് ഹോർമൂസിനെ സ്വതന്ത്രമാക്കുക, ഹോർമൂസിലൂടെ കപ്പൽ ഗതാഗതത്തിന് സുഗമമാക്കുക, അതേപോലെ തന്നെ ഹോർമൂസിലുള്ള മൈനുകൾ നീക്കം ചെയ്യുക. ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ട്രംപ് രൂപീകരിച്ചിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് US-ന്റെ ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന കപ്പലിനെ US ഹോർമൂസിലൂടെ പുറത്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തെത്തിച്ചത് സാധാരണ രീതിയിൽ ഈ പറയുന്ന കപ്പലിന്റെ ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ ഓഫ് ആക്കിയിട്ട് അങ്ങനെ വരുന്നതല്ല, അങ്ങനെ ഈ ഹോർമൂസ് കടത്തിയതല്ല. US നേവി, US വാർഷിപ്പുകൾ അകമ്പടി കൊടുത്ത് എക്സ്കോർട്ട് കൊടുത്തിട്ടാണ് ഈ കപ്പലിനെ പുറത്തെത്തിച്ചേക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു വാർഷിപ്പിന്റെ അകമ്പടി മാത്രമല്ല ഉണ്ടായിരുന്നത്, US-ന്റെ ഡ്രോണും അതേപോലെ തന്നെ US-ന്റെ ഹെലികോപ്റ്ററുകളും ഈ പറയുന്ന കപ്പലിന് അകമ്പടി സേവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പറേഷനിൽ ഈ ഇറാന്റെ കൊതുക് ബോട്ടുകൾ എന്നറിയപ്പെടുന്ന ഇറാന്റെ ചെറിയ സ്മാൾ ബോട്ടുകളെ ആക്രമിക്കുകയും സിങ്ക് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് അമേരിക്ക എന്നും കൂടിയാണ് ഇറാൻ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസും കൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഇതിനെ കാണുന്നത് സീസ് ഫയറിന്റെ ലംഘനമായിട്ടാണ്. അതായത് ഹോർമൂസിലൂടെ ഒരു വാർഷിപ്പ് പോവുക, അല്ലെങ്കിൽ ഒരു ഫ്രൈഗേറ്റ് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രോയേഴ്സ് പോവുക എന്നൊക്കെ പറയുന്നത് സീസ് ഫയറിന്റെ ലംഘനമായിട്ടാണ് ഇറാൻ കാണുന്നത്. അങ്ങനെ സീസ് ഫയറിന്റെ ലംഘനം നടത്തിയപ്പോഴാണ് US-ന്റെ ഏറ്റവും അടുത്ത അലയായിട്ടുള്ള UAE-ക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നത്. 3 മിസൈൽ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അതിൽ 2 ആകാശത്ത് വെച്ചിട്ട് തന്നെ അതിന് ഇന്റർസെപ്റ്റ് ചെയ്യുകയും വേറൊരെണ്ണം കടലിൽ പതിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ UAE-ന്ന് വരുന്ന വാർത്തകളിൽ പറയുന്നത്. മാത്രമല്ല, ഫുജൈറയിലെ ഈ പറയുന്ന ഓയിൽ പ്ലാന്റുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണം ഇറാൻ ഡ്രോൺ ഉപയോഗിച്ചാണ് നടത്തിയിരിക്കുന്നത്. ആ ആക്രമണത്തിലാണ് ഇന്ത്യക്കാർക്ക് പരിക്കും പറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മിസൈൽ അറ്റാക്ക് വരുന്നതിന് മുന്നേ തന്നെ UAE-യിലുള്ള എല്ലാ മനുഷ്യർക്കും മൊബൈൽ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. അതായത്, ഒരു മിസൈൽ അറ്റാക്കിനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, നിങ്ങൾ ജനവാതിലിൻ്റെ അടുത്തോ തുറസായ സ്ഥലങ്ങളിലോ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് മെസ്സേജ് കൂടെ UAE കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ US-ന്റെ ഏറ്റവും അടുത്തുള്ള അലൈ എന്നുള്ള നിലയ്ക്കാണ് ഇറാൻ UAE-നെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണമാകട്ടെ, ബലപ്രയോഗത്തിലൂടെ US ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന ഷിപ്പുകളെ US-ന്റെ വാർഷിപ്പുകളുടെ അകമ്പടിയോട് കൂടെ ഹോർമൂസിന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് US നടത്തിയിട്ടുള്ള ശ്രമങ്ങളും കൂടിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെ വഷളാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതോടുകൂടെ സീസ് ഫയർ ലംഘനം നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, UAE-നെ അറ്റാക്ക് ചെയ്യാൻ വേറെ പല റീസൺ കൂടെ ഉണ്ട്. കാരണം അബ്രഹാമിക് അക്കോർഡിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ആൻഡ് ഒരു അറബ് രാഷ്ട്രവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ന്യൂട്രലൈസ് ചെയ്യുകയും അതിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് UAE എന്ന് പറയുന്നത്. മാത്രമല്ല, സാമ്പത്തിക കരാറുകളും അതേപോലെ തന്നെ ടൂറിസം പോലെയുള്ള എക്സ്ചേഞ്ച് പരിപാടികളും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ സൈനിക കരാറുകളും അതേപോലെ തന്നെ സൈനിക ടെക്നോളജി ട്രാൻസ്ഫറിങ്ങും വരെയുള്ള ആ എക്സ്റ്റെൻഡിലോട്ട് പോകുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ആ എക്സ്റ്റെൻഡിലോട്ട് പോകുന്ന തരത്തിലുള്ള സഹകരണവും ഇസ്രായേലും UAE-യും തമ്മിലുണ്ട്. അപ്പോൾ UAE വർക്ക് ചെയ്യുന്നത് ഇറാൻ ഏറ്റവും വലിയ ത്രെട്ടായിട്ടും ഇറാനെതിരായിട്ടുള്ള ശക്തികൾക്കുള്ള ബേസ് ആയിട്ടുമാണ് UAE യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇറാൻ UAE-യെ കാണുകയും കൂടെ ചെയ്യുന്നത്. അതിനെ ആസ്പദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അടുത്ത് ഇസ്രായേൽ മിലിറ്ററിയിലേക്ക് അനക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പുതിയ വെപ്പൺ
ലേസർ ബീമുകൾ ഉപയോഗിച്ചിട്ട് ഈ ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ വെപ്പൺ ഇസ്രായേൽ ആദ്യമായിട്ട് കൈമാറുന്നത് UAE-യിലേക്കാണ്. അതായത് ഇസ്രായേലിന്റെ ആർമിയിലേക്ക് അത് അനക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ UAE-ക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ ആയുധം കൈമാറുന്നത്. അപ്പൊ അത്രക്ക് ദൃഢമായിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് യഥാർത്ഥത്തിൽ UAE-യും അതേപോലെ തന്നെ ഇസ്രായേലും തമ്മിലുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ബേസുകൾ പലതും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന UAE-യിലാണെന്നുള്ളതും കൂടെ കാണണം. പക്ഷേ ആ ബേസുകളെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ അറ്റാക്കിലും ഡ്രോൺ അറ്റാക്കിലും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ പുതിയ ഈ എസ്കലേഷന്റെ കാരണമായിട്ട് പറയുന്നത് ഹോർമോസിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെയാണ്. അതായത് ഇറാൻ വിന്യസിച്ചിട്ടുള്ള മൈനുകളെ നീക്കം ചെയ്യാനും ഹോർമോസിലൂടെയുള്ള യാത്ര സുഗമമാക്കാനും വേണ്ടിയിട്ട് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുള്ള പുതിയ പ്രൊജക്റ്റാണ് പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് US ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന ഒരു ഷിപ്പിനെ ഈ അമേരിക്കൻ വാർഷിപ്പുകളുടെ എസ്കോർട്ടോട് കൂടെ US പുറത്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ ഹെലികോപ്റ്ററുകളും ഈ പറയുന്ന വാർഷിപ്പിനെ അക്കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്കമ്പനി ചെയ്യുന്ന US-ന്റെ ഹെലികോപ്റ്ററുകൾ ഇറാന്റെ പല ബോട്ടുകളെയും ആക്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ പല ബോട്ടുകളെയും സിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ ഇതിനെ കാണുന്നത് ക്ലിയർ വയലേഷൻ ഓഫ് സീസ് ഫയർ ആണ്. അപ്പൊ സീസ് ഫയർ ഓൾറെഡി അമേരിക്ക ലംഘിച്ച സ്ഥിതിക്കാണ് ഇപ്പോൾ ഇറാൻ UAE-ക്ക് നേരെയുള്ള ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.